വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസൻട്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ്നറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഫിലിപ്സിൻ്റെ ഒരു ഹെയർ സ്ട്രൈറ്റ്നറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നർ. അതിൽ കുറച്ചിങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിലൊരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ നമ്മൾ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും. അതുപോലെ തന്നെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഹാൻഡിലാണ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ചെയ്യുക. ഇനി ഞാൻ സ്വിച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹീറ്റ്, 2 ഹീറ്റ്, അങ്ങനെ 2 ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റും. പക്ഷേ ഹീറ്റിൻ്റെ ആ ഒരു എത്ര ഹീറ്റാണ് എന്ന് പറഞ്ഞിട്ടൊന്നും എഴുതിയിട്ടില്ല. നമ്മുടെ കവറിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കിത് ഹീറ്റ് ആവാൻ വയ്ക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും റഫ് ഹെയറിൽ സ്ട്രെയിറ്റ് ചെയ്യത്തില്ല. അതായത് നമ്മൾ വെറും ഹെയറിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ബി ബ്ലെൻഡിൻ്റെ ഭയങ്കര ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ബി ബ്ലെൻഡിൻ്റെ നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ. അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ മാത്രം സ്ട്രെയിറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ മാത്രം എടുത്തിട്ട് കുറച്ച് ഹെയർ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ഹെയർ എടുത്തിട്ട് ഇത് ഇത്രയും മാത്രം ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ എനിക്ക് പല ഇതിൽ എൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ വെച്ചിട്ട് എനിക്ക് കേളി ആക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു നാച്ചുറൽ, പക്ഷേ ഒരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ, ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷന്, നല്ലൊരു ഫംഗ്ഷന് പോകണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം കാണില്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു സെക്ഷൻ ഹെയർ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പ് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്റ്റീവ് സ്പ്രേ അടിച്ചത് കുറച്ച് കൂടിപ്പോയി. ഒരു 2 പ്രാവശ്യം ആക്കും. ഇതിന് അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ കിട്ടും. അപ്പോൾ ബാക്കി കൂടെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാം കൂടെ സ്ട്രെയിറ്റ് ചെയ്യാം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ബാക്കി കൂടെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഔട്ട് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഔട്ട് പുറത്ത് പോയിട്ട് കാണിച്ചു തരാം.